വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS SSLCയിൽ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് സ്നൈക്ക് ബൈറ്റ് എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ചെറിയ കുട്ടിയുടെ, രാജ എന്ന് പറയുന്ന കുട്ടിയുടെ കഥയാണ് ഈ ഒരു ഒന്നാമത്തെ അധ്യായത്തിലുടനീളം പറയുന്നത്. വളരെ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു രാജ എന്ന് പറയുന്നത്. തേനീച്ചകളെയും പാമ്പുകളെയൊക്കെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന, അതുമായി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് രാജ എന്ന് പറയുന്നത്. ആ രാജയുടെ കഥയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പം ഈ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും വയലിൽ കാണുന്ന തേനീച്ചയെയും പാമ്പിനെയും അതുപോലെയുള്ള ജീവികളെയൊക്കെ കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുകയും അതുമായി കളിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഒരു ദിവസം അങ്ങനെ കുട്ടി തൻ്റെ വയലിലൂടെ പോകുന്ന സമയത്ത് ഒരു വഴിയിൽ വെച്ച് തേനീച്ചയെ കാണുകയാണ്. ആ തേനീച്ചയെ പിടിക്കാൻ ശ്രമിക്കുകയും തേനീച്ച കഴിയിൽ കുത്തി മുറിവാവുകയും വീട്ടിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് വീട്ടിലുള്ള ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ ഇവര് ഈ കുട്ടിയുടെ കയ്യിലുള്ള മുറിവ് കാണുകയും പാമ്പ് കടിച്ചതാണെന്ന് വിചാരിച്ച് ഒരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വിഷവൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ വിഷവൈദ്യൻ ഒരുപാട് ചികിത്സയൊക്കെ നടത്തി, ഒരുപാട് മന്ത്രങ്ങളൊക്കെ ജപിച്ച് ആ ഒരു മുറിവ് സുഖപ്പെടുത്തുകയാണ്. പക്ഷെ ആ കുട്ടി പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഇത് പാമ്പല്ല തേനീച്ചയാണ് കടിച്ചതെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗ്രാൻഡ് ഫാദർ ആ ഒരു കുട്ടിയെ വായ പൊത്തിപ്പിടിച്ച് മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ടും പറയാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ല. എന്നിരുന്നാലും അവസാനം ചികിത്സയൊക്കെ കഴിഞ്ഞു, കുട്ടിയുടെ മുറിവൊക്കെ സുഖപ്പെട്ടപ്പോൾ ആ വൈദ്യം പറഞ്ഞു, ഇത് എൻ്റെ മന്ത്രം കൊണ്ട് ശരിയായതാണ്, ഞാൻ മന്ത്രം നടത്തിയിട്ടാണ്, എൻ്റെ ചികിത്സ കൊണ്ടാണ് എന്തായത് ഈ ഒരു മുറിവ് സുഖപ്പെട്ടതെന്ന് ആ ഒരു വൈദ്യൻ പറയുകയാണ്. അങ്ങനെ സന്തോഷം കൊണ്ട് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ആ വൈദ്യന് ഒരുപാട് സമ്മാനങ്ങൾ നൽകുകയാണ്. പക്ഷെ ശരിക്കും ആ ഒരു കുട്ടിക്ക് പാമ്പ് കടിച്ചിട്ടായിരുന്നില്ല മുറിവേറ്റത്, തേനീച്ചയായിരുന്നു കടിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ കുട്ടി അത് പറയാഞ്ഞത്? കുട്ടിക്ക് പറയാൻ ശ്രമിച്ചിട്ടും ഗ്രാൻഡ് ഫാദറെ ഭയന്നിട്ട്, അല്ലെ, ഗ്രാൻഡ് ഫാദർ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞപ്പോൾ മിണ്ടാണ്ടിരുന്നതാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിന്റെ സ്നൈക്ക് ബൈറ്റ് എന്നുള്ള ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടിട്ടുള്ള 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ബി സ്റ്റിംഗ് രാജ? രാജയെ എന്തുകൊണ്ടാണ് തേനീച്ച കടിച്ചത്? അല്ലെ, നമുക്കറിയാം ആ ഒരു തേനീച്ചയെ പിടിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. ബി സ്റ്റങ് രാജ, ദിസ് രാജ ട്രൈ ടു ക്യാച്ച് ഇറ്റ്. അല്ലെ, ആ ഒരു തേനീച്ചയെ പിടിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് രാജയെ തേനീച്ച കടിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ അത് പാമ്പ് കടിച്ചതാണെന്ന് വിചാരിക്കാനുള്ള കാരണം എന്താ കാരണം? രാവിലെ അതിനു മുമ്പ് തൊട്ടടുത്ത സമയത്ത് കുട്ടി ഇങ്ങനെയുള്ള പാമ്പിനെയും തേനീച്ചയെയും പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ പാമ്പിനെ പിടിക്കുമെന്ന് ആ ഒരു കുട്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് കടിച്ചു മുറിവായി വന്നപ്പോൾ മുത്തശ്ശി എന്ത് വിചാരിച്ചു? അത് പാമ്പ് കടിച്ചതാണെന്ന് വിചാരിച്ചിട്ട് നേരെ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പറയാനുള്ളത്. കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ നമ്മുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ആപ്പിൽ കൂടുതൽ കാര്യങ്ങൾ, ഓരോ ചാപ്റ്ററിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസുകൾ നൽകുന്നുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക.